വെൽക്കം ടു മൂവി ബ്രാൻഡ്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയത്. പിന്നാലെ നിരവധി പേരാണ് തങ്ങൾക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചും മറ്റും പറഞ്ഞ് രംഗത്തെത്തിയിരുന്നത്. ഇപ്പോഴത്തെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഹെയർ സ്റ്റൈലിസ്റ്റ്. തനിക്ക് നേരിട്ട ദുരനുഭവം മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നു പറഞ്ഞതിന് ഭാഗ്യലക്ഷ്മി ശാസിച്ചെന്നാണ് യുവതി ആരോപിക്കുന്നത്. ഒരു ചാനലിൽ സംസാരിക്കവെയാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. യുവതിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. പലയിടത്തു നിന്നും ലൈംഗിക അതിക്രമങ്ങളും മറ്റും നേരിടേണ്ടി വന്നതിനാൽ പലയിടത്തു നിന്നും തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ട്. പരാതി പറഞ്ഞിടങ്ങളിൽ നിന്ന് അവർ തന്നെ കട്ട് ചെയ്ത് വിട്ടിട്ടുമുണ്ട്. താൻ 3.5 വർഷമായിട്ടേ ഉള്ളൂ സിനിമയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ളൂ എന്നും യുവതി പറയുന്നു. ഒരു സെറ്റിൽ നിന്നും ഇത്തരത്തിലുള്ള മോശം കാര്യങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ ഫെഫ്കയിൽ തന്നെ പരാതിപ്പെട്ടിരുന്നു. നമുക്ക് വേണ്ടി, സ്ത്രീ പക്ഷത്തിനു വേണ്ടി നിൽക്കുന്നവർ തന്നെ നമ്മളെ ഭ്രാന്തയാക്കി, മോശക്കാരിയാക്കിയാണ് സംസാരിക്കുന്നത്. സ്ത്രീകൾ തന്നെയാണ് നമ്മളോട് ഏറ്റവും കൂടുതൽ മോശമായി പെരുമാറുന്നത്. അവരവരുടെ പെരുമാറ്റം കണ്ട് കരഞ്ഞ് സെറ്റിൽ നിന്നും പോകാൻ നിന്നപ്പോൾ അവർ പുറത്തു പോയാൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് അതിനുള്ളിൽ തന്നെ അയാളെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് പരാതിയൊന്നുമില്ലെന്ന് എഴുതി വെക്കുകയും ചെയ്തു. നിരവധി പേരാണ് ഫെഫ്കയിൽ പരാതി കൊടുത്തിരിക്കുന്നത്. ഈ അടുത്ത് ഞങ്ങളുടെ ഇടയിലുള്ള ഒരു സഹപ്രവർത്തകയ്ക്ക് നേരെ എന്ന സിനിമയ്ക്കകത്ത് അമൽ എന്ന് പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിൽ നിന്നും മോശം പെരുമാറ്റം ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ഈ കുട്ടി പരാതി കൊടുത്തു. ബി ഉണ്ണികൃഷ്ണൻ സാർ ഇടപെട്ട് സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് വളരെ നാടകീയമായി അയാളെ വീണ്ടും ട്രഷറർ സ്ഥാനത്തേക്ക് കയറ്റിയിരുത്തുകയും ചെയ്തിരുന്നുവെന്നും യുവതി പറയുന്നു. മാത്രമല്ല, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഞങ്ങൾക്കും ഒരു ധൈര്യമുണ്ട്. ഞങ്ങൾക്കും ഞങ്ങളുടെ ബുദ്ധിമുട്ട് മീഡിയ അറിയിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇപ്പോൾ തുറന്നു പറയുന്നത്. കഴിഞ്ഞ ദിവസം ഫെഫ്കയിൽ സ്ത്രീകളെ എല്ലാം വിളിച്ച് ചേർത്ത ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഏറ്റവും അതിശയകരമായ കാര്യം ഭാഗ്യലക്ഷ്മി മാഡത്തിന്റെ പെരുമാറ്റമായിരുന്നു. സിനിമയിലും അല്ലാതെയും എല്ലാം വളരെ ബോൾഡായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സ്ത്രീയായി ആണ് അവരെ ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നിരുന്നത്. എന്നാൽ അവിടെ സംസാരിച്ചത് മലർന്നു കിടന്ന് തുപ്പരുതെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ സഹപ്രവർത്തകരെ മീഡിയയ്ക്ക് മുന്നിലേക്ക് വലിച്ചിടുന്നു. ഇത് ശരിയായില്ല. അവർക്ക് 16 വയസ്സിൽ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവർ അപ്പോൾ തന്നെ അതിനോട് പ്രതികരിച്ചു. പിന്നീട് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടില്ല. നിങ്ങൾ അപ്പോൾ തന്നെ പ്രതികരിക്കണം. വർഷങ്ങൾക്ക് ശേഷമല്ല പരാതിയുമായി വരേണ്ടത് എന്നും പറഞ്ഞ് ഭാഗ്യലക്ഷ്മി പരാതി പറഞ്ഞവരുടെ വായടപ്പിച്ചെന്നുമാണ് യുവതി പറയുന്നത്. ടെലിവിഷൻ പരിപാടികളിൽ വന്ന് സ്ത്രീകൾക്കൊപ്പം അതിജീവിതമാർക്കൊപ്പം സംസാരിക്കുന്ന ഭാഗ്യലക്ഷ്മി തന്നെയാണ് ഫെഫ്കയിൽ എത്തിയിട്ട് വേട്ടക്കാർക്കൊപ്പം നിലകൊള്ളുന്നത്. അവർ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് അവർ അവിടെ നിന്ന് ആരോപിച്ചത്. മാത്രമല്ല, വളരെ ദേഷ്യപ്പെട്ടാണ് ഭാഗ്യലക്ഷ്മി സംസാരിച്ചതെന്നും തൃശൂർ സ്വദേശിയായ പരാതിക്കാരി പറയുന്നു. അതേസമയം ഭാഗ്യലക്ഷ്മി നിഷേധിച്ചു. ആരെയും ശാസിച്ചിട്ടില്ലെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. കൊച്ചിയിലെ ഫെഫ്കെ യോഗം മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. എന്നാൽ ഇതിനോടകം ഭാഗ്യലക്ഷ്മിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ശക്തമായിട്ടുണ്ട്.